Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqqi liyudhhirahu 'ala ad-din kullihi walau karihal mushrikun. Allahumma salli 'ala Muhammadin wa 'ala ali Muhammad kama sallaita 'ala Ibrahim wa 'ala ali Ibrahim innaka Hamidum Majid. Allahumma barik 'ala Muhammadin wa 'ala ali Muhammad kama barakta 'ala Ibrahim wa 'ala ali Ibrahim innaka Hamidum Majid. Amma ba'du fa inna khairal kalami kalamullah wa khairal hadi hadi Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dalalah wa kullu dalalatin fin-nar. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമളാൻ വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഒരു റമളാനിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു റമളാനിൽ നമുക്ക് റമളാനിലേക്ക് ആയുസ് നൽകപ്പെടുക എന്നത് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്താണ് റമളാനിന് അള്ളാഹു അത്രത്തോളം മഹത്വം നൽകാനുള്ള കാരണം എന്നൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ നിർബന്ധ ജുമാ ഖുത്ബയിൽ നമ്മൾ വിശദമായി വിശദീകരിച്ചു. ഏതായിരുന്നാലും അങ്ങേയറ്റത്തെ അനുഗ്രഹമായി ഒരു റമളാനിൽ ജീവിക്കാൻ സാധിച്ചു എന്നത് നമ്മൾ കാണുകയും റമളാനിൽ എത്തിക്കാൻ വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. രണ്ടാളുകൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ആ ഇസ്ലാം സ്വീകരിച്ച രണ്ടാളുകളിൽ ഒരാൾ അധികം താമസിയാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ട് ഷഹീദായി. രണ്ടാമത്തെ ആൾ ഒരു വർഷക്കാലത്തോളം പിന്നെയും ജീവിക്കുകയും ഒരു വർഷം കഴിഞ്ഞ ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുകയാണ്, ഇവർ രണ്ടുപേരും അത്യുന്നതമായ പദവിയിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരധീരം പോരാടിക്കൊണ്ട് ഷഹീദായ മനുഷ്യനും ഒരു വർഷം കഴിഞ്ഞിട്ട് മരണപ്പെട്ട മനുഷ്യനും, അദ്ദേഹം ഷഹീദല്ല, പക്ഷെ ആ ഷഹീദിന്റെ പദവിയിൽ തന്നെ അത്യുന്നതമായ പദവിയിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടതായിട്ട് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, റസൂലേ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ വ്യക്തിയെയും ഒരു വർഷം കഴിഞ്ഞിട്ട് മരണപ്പെട്ട വ്യക്തിയെയും ഒരുപോലെ ഉന്നതമായ പദവിയിലായിക്കൊണ്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടതായി സ്വപ്നം കണ്ടു. എന്തുകൊണ്ടാണ്?
ആ ഷഹീദിന്റെ മഹത്തായ പദവിയിലേക്ക് ഈ ഒരു വർഷം കഴിഞ്ഞ ശേഷവും മരണപ്പെട്ട വ്യക്തി ഒരുമിച്ച് കൂട്ടപ്പെട്ടത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന? ആ വ്യക്തി ഇസ്ലാം സ്വീകരിച്ച ശേഷം പിന്നെയും ഒരു വർഷം ജീവിച്ചിട്ടില്ലേ? ഖാലു ബല, അതെ ഉണ്ട് റസൂലെ. ഖാല വഅദറക റമളാന, ഒരു റമളാൻ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലേ? ഫസ്വാമ വസ്വല്ല കദാ വകദാ, അദ്ദേഹം നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ഇന്നാലിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടില്ലേ? ഖാലു, അവര് പറഞ്ഞു ബല. ഖാല റസൂൽ പറഞ്ഞു ഫമാ ബൈനഹുമാ, പിന്നെ അവർക്കിടയിൽ എങ്ങനെ അകൽച്ചയുണ്ടാവാനാണ്? അപ്പൊ ഒരു റമളാൻ ജീവിതത്തിൽ ലഭിക്കുകയും അതിൽ ആ റമളാനിന് മഹത്വം നൽകിക്കൊണ്ട് കഴിവിന്റെ പരമാവധി കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ച ഷഹീദിന് ലഭിക്കുന്ന പദവി തന്നെ ലഭിക്കുമെന്നാണ് യഥാർത്ഥത്തിൽ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സ്വപ്നം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വിശദീകരിച്ചതോടുകൂടി നമുക്ക് മനസ്സിലാകുന്നത്. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന, ഇഹലോകത്തും പരലോകത്തും വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന അനുഗ്രഹീതമായ ഒരു മാസമാണ് റമളാൻ മാസം. അപ്പൊ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറിക്കൊണ്ട് ആമീൻ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറിക്കൊണ്ടും ആമീൻ എന്ന് പറഞ്ഞു, മൂന്നാമത്തെ സ്റ്റെപ്പിൽ കയറിക്കൊണ്ട് റസൂലുള്ളാഹി ആമീൻ എന്ന് പറഞ്ഞു. ഖുത്ബ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താഴെ ഇറങ്ങിയപ്പോ സഹാബത്ത് ചോദിച്ചു, എന്താണ് റസൂലെ താങ്കൾ 3 പ്രാവശ്യം ആമീൻ പറയാൻ എന്താണ് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, മിമ്പറിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം റഗിമ അൻഫു ഇംറിഇൻ അദറക റമളാന ഫലം യുഗ്ഫർ ലഹു, ഒരു റമളാനിൽ എത്തിപ്പെട്ടിട്ട് പാപമോചനം നേടിയെടുക്കാൻ സാധിക്കാത്തവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റഗിമ അൻഫു ഇംറിഇൻ അദറക വാലിദൈഹി ഔ അഹദുഹുമാ ഫലം യുഗ്ഫർ ലഹു, മാതാപിതാക്കളോ അല്ലെങ്കിൽ അവർ രണ്ടിലൊരാളോ വാർദ്ധക്യം പ്രാപിച്ച് തന്റെ അടുക്കൽ ഉണ്ടായിട്ട് പാപമോചനം എടുക്കാൻ സാധിക്കാത്തവൻ നാശമടയട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഞാൻ 2ാം പ്രാവശ്യം ആമീൻ പറഞ്ഞത്. മാതാപിതാക്കൾ 2 ആളുമോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ, ഒന്നുകിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ്, വാർദ്ധക്യത്തിന്റെ അവശതയിൽ ഒന്നിനും കഴിയാത്തതായി നമ്മുടെ അടുക്കൽ എത്തിപ്പെട്ടിട്ട് അത് മുഖേന പാപമോചനം നേടിയെടുക്കാൻ സാധിക്കാത്തവൻ നാശമടയട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ 2ാമതായി ആമീൻ പറഞ്ഞത്. 3ാമതായി റഹ്മ അൻഫുംറിൻ സുഖിർത ഇൻദഹു, താങ്കളെ കുറിച്ച് പറയപ്പെട്ടിട്ട്, നബിയെ താങ്കളെ കുറിച്ച് പറയപ്പെട്ടിട്ട് ഫലം യുസല്ലി അലൈക്, താങ്കളുടെ മേൽ സ്വലാത്ത് ചെല്ലാത്തവൻ, താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവൻ, അത്തരത്തിലുള്ള ആള് നാശമടയട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാം. അപ്പൊ ഇതിൽ നിന്ന് ആദ്യം പറഞ്ഞ വിഷയം, ഒരു റമളാനിൽ എത്തിപ്പെട്ടിട്ട് ജീവിതത്തിൽ വിജയം നേടിയെടുക്കാനും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം നേടിയെടുക്കാനും സാധിക്കാത്തവൻ നാശമടയട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്നതാണ് നമ്മുടെ ഈ റമളാനുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മറ്റു 2 വിഷയങ്ങളും വളരെ പ്രധാനം തന്നെയാണ്, പക്ഷെ ഇപ്പൊ അത് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും റമളാൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയം നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ച ഒരു ഹദീസ് ഓരോ റമളാൻ വരുമ്പോഴും നമ്മൾ കേൾക്കുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ കാണാതെ പഠിച്ചിട്ടുള്ളതായിരിക്കും. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആ ഹദീസ് കേൾക്കാതെ റമളാൻ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല. മിക്കവാറും ആൾക്കാർ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് ഹദീസാണ്. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. ഇതുപോലെ തന്നെ റസൂൽ മൻ ഖാമ എന്നും പറഞ്ഞിട്ടുണ്ട്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. കുറഞ്ഞ വാക്കുകളാണ്, നിരന്തരം നമ്മൾ കേൾക്കുന്നതാണ്. ഇത്തരം ഹദീസുകളൊക്കെ നമ്മൾ കാണാതെ പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിന്റെ ഗൗരവം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. മൻ ഖാമ റമളാന, ഒരു റമളാനിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ
ഈമാനൻ വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടുകൂടിയും ഈമാനോടുകൂടിയും അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. അപ്പൊ റമദാനിന് ഉള്ള മഹത്വം നിങ്ങൾ ആലോചിച്ച് നോക്കി. റമദാനിലെ നോമ്പനുഷ്ഠിച്ചാൽ അതുവരെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അതുപോലെ തന്നെ റമദാനിൽ നിന്ന് രാത്രി നിന്ന് നമസ്കരിച്ചാൽ അതുവരെ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. വൻ പാപങ്ങളാണെങ്കിൽ അത് റമദാനിൽ പ്രത്യേകമായി തൗബ ചെയ്യുകയും കൂടി ചെയ്താൽ അതും കൂടി പൊറുക്കപ്പെടും. അപ്പൊ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായ നിലക്ക് ജീവിതത്തിൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നവരാണ് റമദാനെ ഉപയോഗപ്പെടുത്തുന്നവർ. നമുക്ക് ഹദീസ് മനസ്സിലാവുക. ഈ നിന്ന് നിസ്കരിക്കുമ്പോൾ പാപം പൊറുക്കപ്പെടും, നോമ്പനുഷ്ഠിക്കുമ്പോൾ പാപം പൊറുക്കപ്പെടും, ധർമ്മം ചെയ്യുമ്പോൾ പാപം പൊറുക്കപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ ചില ആൾക്കാർക്കെങ്കിലും തോന്നും ഞാൻ അതിനത്ര വലിയ മഹാഭാവിയൊന്നും അല്ലല്ലോ എന്ന് തോന്നും ചിലപ്പോ. കാരണം നിന്ന് നിസ്കരിച്ച ആ പാപം പൊറുക്കപ്പെടും. ഫർള് നോമ്പ് പറ്റാലും സുന്നത്ത് നോമ്പ് പറ്റാലും, സുന്നത്ത് നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ പറയും, ഫർള് നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ പറയും, നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ പറയും. അതുപോലെ തന്നെ മറ്റു പല ഇപ്പൊ ഇവിടെ മാതാപിതാക്കളെ പരിപാലിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പാപം പൊറുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അനങ്ങിയ പാപം പൊറുക്കും എന്ന് പറയുമ്പോ ചിലപ്പോ നമുക്കൊക്കെ തോന്നും ഞാനായിട്ട് വല്ല മഹാഭാവിയൊന്നും അല്ലല്ലോ, പിന്നെ എനിക്ക് അതിനത്ര പൊറുക്കാനൊന്നും ഇല്ല. അങ്ങനെ തോന്നുന്നത് എന്താന്ന് ചോദിച്ചാല് അള്ളാഹു ചെയ്തു വെച്ച സംവിധാനത്തെ കുറിച്ചുള്ള കൃത്യമായ ബോധമില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഇപ്പൊ ഒരു ക്യാമറ വെച്ചാൽ നമ്മളെ ഓരോ അനക്കവും ഒപ്പിയെടുക്കൂലേ, അതിനേക്കാൾ കൃത്യമായിട്ടാണ് നമ്മുടെ ഓരോ നോട്ടവും അനക്കവും, നമ്മൾ പറഞ്ഞതും നമ്മൾ കേട്ടതും നമ്മൾ പോയതും ചെയ്തതും ഒക്കെ കൃത്യമായിട്ട് ഒപ്പിയെടുക്കുന്ന രൂപത്തിൽ ഉള്ള സംവിധാനമാണ് അള്ളാഹു ഏർപ്പെടുത്തിയത്. അത് രണ്ട് രൂപത്തിലുണ്ട്. അത് ഞാൻ ഇപ്പൊ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശാസ്ത്രീയമായിട്ട് സത്യമാണത്, അല്ലാത്ത നിലക്ക് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ശാസ്ത്രീയമായ സത്യം എന്ന് പറഞ്ഞാല് ഒന്ന് ഈ പറയുന്ന ശബ്ദങ്ങളൊക്കെ ഈ അന്തരീക്ഷത്തിൽ റെക്കോർഡഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ അനക്കങ്ങളും ഈ വായുവിൽ ഉണ്ടാക്കുന്ന അനക്കങ്ങളൊക്കെ സ്പേസിൽ റെക്കോർഡഡ് ആണ് ശാസ്ത്രീയമായിട്ട്. ഇനി വളരെ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ നോക്കിയതും പറഞ്ഞതും ചെയ്തതും ഒക്കെ ഒന്നൊഴിയാതെ കൃത്യമായിട്ട് വിടാതെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മള് പത്രം വായിക്കാൻ, TV കാണാൻ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ, ആ സോഷ്യൽ മീഡിയയിൽ തന്നെയും അതുപോലെ തന്നെ TV-കളിലും അനാവശ്യമായതും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതും കാണാൻ, അതുപോലെ തന്നെ എന്റർടൈൻമെന്റുകളിൽ മാനസികമായ ഉല്ലാസം ലഭിക്കാൻ ഹറാമായതും ഹലാലായതും ഇങ്ങനെ പലതുമായിട്ടുള്ള സമയം ചെലവഴിച്ചത്, അതൊക്കെ ഒന്ന് കണക്കൂട്ടി നോക്കി. അതില് തന്നെ സോഷ്യൽ മീഡിയ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ എത്ര സമയം അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ, പാരായണം ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും? പത്രം വായിക്കാനും TV കാണാനും ഉപയോഗിക്കുന്ന സമയം അതിന്റെ എത്ര ഭാഗം നമ്മൾ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യന്റെ തിന്മയുടെ വലിപ്പം കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു അവസരം ഉണ്ടാക്കി സഹാബികൾക്ക്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞപ്പോ യുദ്ധം കഴിഞ്ഞ് സഹാബികളൊക്കെ പിരിഞ്ഞു പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധക്കാലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ചപ്പുചവറുകളൊക്കെ ഒന്ന് പെറുക്കി കൂട്ടാൻ വേണ്ടി പറഞ്ഞു സഹാബികളോട്. അങ്ങനെ വിശാലമായ മൈതാനിയിലുള്ള ചപ്പുചവറുകളൊക്കെ പെറുക്കി കൂട്ടിയപ്പോ വലിയൊരു കൂമ്പാരമായിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ പരന്നിടക്കും അതിനകത്രം ഒന്നും തോന്നുന്നില്ല. അതെല്ലാം കൂടി പെറുക്കിയിട്ട് ഒരു മൂലയെ കൂട്ടിയപ്പോ വലിയൊരു കൂമ്പാരം ഉണ്ടായിരുന്നു. റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു, അപ്രകാരമാണ് നിങ്ങളുടെ അമലുകളും. അത് നിങ്ങൾക്ക് കാണാൻ മാത്രം ഉണ്ടാവില്ല, മാത്രം നമ്മളൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതും കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതും അതിലേക്ക് കഴിഞ്ഞ മാസമോ കഴിഞ്ഞ വർഷമോ നമ്മൾ ചെയ്തതൊക്കെ നമ്മളോട് മറന്നുപോയിട്ടുണ്ടാവും. നമുക്കതൊന്നും ഓർമ്മ ഉണ്ടായിക്കൊണ്ടില്ല. പക്ഷേ അള്ളാഹു അതൊക്കെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം അതൊക്കെ
നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയിച്ചു തരും. അഹ്സാഹുല്ല, അള്ളാഹു അതൊക്കെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വനസൂഹു, എന്നാൽ അവനോട് അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. മനുഷ്യൻ നമ്മളോരോരുത്തരും മറന്നുപോയിട്ടുണ്ടാവും, പക്ഷെ അള്ളാഹു വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി തിന്മകൾ കൂമ്പാരമാകുന്നതിന് വളരെ കൃത്യമായ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ലളിതമായ ഒരു ഉദാഹരണം. നമ്മളെ കൂട്ടത്തിൽ പലർക്കും വളരെ അപൂർവമാണെങ്കിലും പുകവലിക്കുന്ന ശീലമുണ്ട് ഇന്നത്തെ കാലത്ത്. ഇപ്പൊ വളരെ പുകവലിക്കുള്ളത് വളരെ കുറവാണ്, പക്ഷെ വേറെ പല തിന്മകളും കൂടിയിട്ടുണ്ട്. ഡ്രഗ്സ് ഒക്കെ വളരെ വ്യാപകമായിട്ടുണ്ട്, പുകവലിക്കലൊക്കെ കുറവാണ് പൊതുവെ. ഈ പുകവലിക്കുന്ന ആളുകള് ചുരുങ്ങിയതൊരു ദിവസം 40 രൂപക്കെങ്കിലും പുകവലിക്കല്ലോ അല്ലെ? ഒരു സിഗരറ്റിന് 10 രൂപയൊക്കെ വേണ്ടേ? 40 രൂപക്ക് ഒരു ദിവസം പുകവലിക്കുന്ന ഒരു മനുഷ്യൻ ഒരു മാസക്കാലം 40 രൂപക്ക് പുകവലിച്ച എത്ര പൈസ ഉണ്ടാവും? 1200 രൂപയായിട്ടുണ്ടാവും ഒരു മാസം. അതൊരു വർഷത്തേക്കാണെങ്കിലോ 1200 × 12 14,400 രൂപ ആയിട്ടുണ്ടാവും. ഒരു വർഷക്കാലം 14,400 രൂപക്ക് പുകവലിച്ചിട്ടുണ്ടാവും. അത് ഒരു 30-40 വർഷം വലിച്ചിട്ട് ഒരു ആയുഷ്കാലം 40 വർഷം വലിച്ചിട്ടുണ്ടെങ്കിലോ ആ 14,400 വെച്ചിട്ട് × 40 കണക്ക് കൂട്ടി നോക്കിയാൽ 5,76,000 രൂപയ്ക്ക് പുകവലിച്ചിട്ടുണ്ടാവും ഒരു മനുഷ്യൻ ആയുഷ്കാലം. പുകവലിക്കുന്ന ഒരു മനുഷ്യൻ ചുരുങ്ങിയത് 5. ഇതൊക്കെ വളരെ നിസ്സാരമായ കണക്കാണ് 40 രൂപ എന്നൊക്കെ പറഞ്ഞാൽ. 5,76,000 രൂപയ്ക്ക് ജീവിതകാലത്ത് പുകവലിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷെ അത്ര ധനം നമ്മൾ ധർമ്മം ചെയ്തിട്ടുണ്ടാവില്ല. നന്മയുടെ മാർഗത്തിൽ പക്ഷെ അത്രയും ധനം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടാവില്ല. ഇതാ തിന്മ നമുക്ക് കാണാനുണ്ടാവില്ല. അതാ റസൂലുള്ള കാണിച്ച ഹുനൈൻ യുദ്ധത്തിന്റെ ദിവസം റസൂലുള്ള കാണിച്ച്. അതുകൊണ്ടാണ് നിങ്ങളടുത്തുനിന്ന് സംഭവിച്ചു പോകുന്ന ഇത്തരം ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരും, നിങ്ങൾ നിന്ന് നമസ്കരിച്ചാൽ, നിങ്ങൾ നോമ്പനുഷ്ഠിച്ചാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു. ജീവിതത്തില് ഒന്നൊഴിയാതെ ഒരു ക്യാമറ വെച്ച് ഒപ്പിയെടുക്കുന്നതിനേക്കാൾ വളരെ കൃത്യമായി നമ്മൾ നോക്കിയത്, നമ്മൾ ചിന്തിച്ചത്, നമ്മൾ പറഞ്ഞത്, ചിന്തിച്ചതിനനുസരിച്ച് പ്രവർത്തിച്ചത്, ചിന്തിച്ചത് കൊണ്ട് മാത്രം ഒരാൾ തിന്മ ശിക്ഷിക്കപ്പെടൂല. തിന്മ ചിന്തിച്ചത് കൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടൂല. ആ തിന്മ ഒന്നുകിൽ പറയണം അല്ലെങ്കിൽ പ്രവർത്തിക്കണം. മനസ്സിൽ ചിന്തിച്ചു എന്നതുകൊണ്ട് മാത്രം തോന്നിപ്പോയി, മനസ്സിൽ തിന്മ ചെയ്യണമെന്ന് തോന്നിപ്പോയി എന്നതുകൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടൂല. പറഞ്ഞതോ ചെയ്തതോ അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ പോയത്, കൈകൊണ്ട് ചെയ്തത്, കണ്ണുകൊണ്ട് നോക്കിയത്, അതുപോലെ തന്നെ കേട്ടത്, ഇതൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തി വെച്ച് നോക്കി എത്രങ്ങാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു റമദാനിനെ നമ്മുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എടുക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങള്, നിസ്സാരമായി നമ്മൾ കാണുന്ന പുകവലി അടക്കമുള്ള തിന്മകള്, അതൊക്കെ നമുക്ക് മോചനം നേടിയെടുക്കാൻ സാധിക്കും പരിശുദ്ധ റമദാനിലെ പ്രായോഗികമായ ജീവിതത്തിലൂടെ. റമദാനിന്റെ പകല് നമ്മള് അള്ളാഹു വിലക്കിയതാണ് എന്നുള്ളതൊക്കെ പുകവലിക്കൂല. അപ്പം പിന്നെ റമദാനില് രാത്രി ആയി കഴിഞ്ഞാലും അധികം ഒന്നും സമയം നമുക്ക് കിട്ടൂല. കാരണം ഭക്ഷണം കഴിച്ച് നോമ്പ് പറഞ്ഞാൽ പള്ളിയിലേക്ക് പോകാനായി, പിന്നെ ഖിയാമുൽ ലൈൽ നിസ്കരിച്ചു, അവൻ അത് അങ്ങ് ഒഴിവാക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ ഒരാൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കുന്നതാണ് പരിശുദ്ധ റമദാൻ ഏതൊരു മുഅ്മിനും. ഇപ്പൊ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്ന വയുനാദിൽ മുനാദി, വിളിച്ചു പറയുന്നവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത്? യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്നവനെ നന്മയിലേക്ക് മുന്നിട്ട് വരൂ. വയാ ബാഗിയൽ ശർർ അഖ്സിർ, തിന്മ പ്രവർത്തിക്കുന്നവനെ അത് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കൂ, അത് ചുരുക്കൂ എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ റമദാനിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് റമദാനിൽ മറ്റ് കാലത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ ഒരു പ്രത്യേകമായ താല്പര്യം നമ്മളൊക്കെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വേണ്ടാത്തത് കാണാൻ ഒന്നിങ്ങനെ നീക്കി നോക്കുമ്പോ, ഏതെങ്കിലും ഒരു ഒഴിവുള്ള സമയത്ത് ഒന്നിങ്ങനെ തുറന്നു നോക്കിയിട്ട് ഫേസ്ബുക്കോ യൂട്യൂബൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോ അതൊരു ഹറാമാണ്, ഇത് കാണാൻ പറ്റില്ല, ഇത് ഹറാമാണ്, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ പട്ടിണി കിടക്കുന്നത് വെറുതെ ആയി പോകും എന്ന് നമ്മളെ മനസ്സിലേക്ക് വരും.
അങ്ങനെ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും. ചെറിയ ചെറിയ തിന്മകളിൽ നിന്ന് വരെ, ചെറുത് എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ രൂപത്തിൽ വലുതാവുക. നാളെ പരലോകത്തേക്ക് അഹ്സാഹുല്ലാഹു വനസുഹു എന്നല്ലേ, അള്ളാഹു എല്ലാ ചെറുതും വലുതും വളരെ കൃത്യമായി ക്ലിപ്തപ്പെടുത്തി രേഖപ്പെടുത്തി വെക്കുന്ന, നമ്മളോട് മറന്നുപോയാലും അതുകൊണ്ട് അതൊരു കൂമ്പാരമായിട്ടുണ്ടാവും. അതുകൊണ്ട് ആ പാപങ്ങളൊക്കെ, അതിൽ നിന്നൊക്കെ മോചനം നേടിയെടുക്കാൻ ഒരു റമളാൻ കൊണ്ട് നമുക്ക് സാധിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവണം റമളാൻ എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റമളാനിൽ ഒരുപാട് ആളുകൾ പാപമോചനം നേടിയെടുക്കുന്ന, ഒരു നരകത്തിൽ നിന്ന് വിമോചനം നേടിയെടുക്കുന്ന ആളുകളുണ്ട്. വലില്ലാഹി ഉതഖാഅ മിനന്നാരി വദാലിക കുല്ല ലൈലത്തിൻ. എല്ലാ റമളാനിന്റെ രാത്രികളിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുക. ഇതുപോലെ തന്നെ റസൂലുള്ളാഹി പറയുന്നത്, നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മോചിപ്പിക്കപ്പെടുന്നത് അറഫാ ദിനത്തിന്റെ അന്നാണ്. സ്വാഭാവികമാണ്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടണം എന്നുള്ള നിലക്ക് അറഫയിൽ ഒരുമിച്ച് കൂടുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ തൗബയും ഇസ്തിഗ്ഫാറും പ്രാർത്ഥനയുമായി കൊണ്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് അറഫാ ദിനം. അതുകൊണ്ട് മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ദിനം അറഫാ ദിനമാണെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഓരോ രാത്രിയിലും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം പ്രതീക്ഷിച്ചുകൊണ്ട് പകല് നോമ്പനുഷ്ഠിക്കുകയും രാത്രിയിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് റമളാനിൽ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഉതഖാഅ മിനന്നാരി ഫദാലിക കുല്ല ലൈലത്തിൻ. എല്ലാ റമളാനിന്റെ രാത്രികളിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ആ നിലക്ക് ജീവിതത്തിൽ ഒരു മാറ്റം, ഇതുവരെ നമ്മളടുത്ത് വന്നു പോകുന്ന അബദ്ധങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് പൂർണ്ണമായി അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് ഒരു മാറ്റം നേടി ജീവിതത്തിൽ സാധിക്കണം നമുക്ക് ഓരോരുത്തർക്കും. ആ നിലക്ക് റമളാനെ ഉപയോഗപ്പെടുത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖിൻ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ബഖറയിലെ 183 മുതൽ 187 വരെയുള്ള 183 മുതൽ 187 വരെയുള്ള ആയത്തുകളാണ് റമളാൻ നോമ്പുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് ഹിജറ 2ാമത്തെ വർഷം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയിട്ട് 2ാമത്തെ വർഷം, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി. അപ്പൊ ജീവിതത്തിൽ അള്ളാഹ്ക്കൊന്നും നേടാനില്ല നമ്മൾ നോമ്പ് വെച്ചുകൊണ്ട്, അള്ളാഹ്ക്കൊന്നും നേടാനില്ല നമ്മൾ നിസ്കരിച്ചുകൊണ്ട്. എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പറയുന്നത്? ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരായി തീരാൻ വേണ്ടി, നിങ്ങളുടെ മാനസികമായ വിശുദ്ധിയും നിങ്ങളുടെ ജീവിത വിശുദ്ധിയും നിങ്ങളുടെ പരലോക വിജയവും, അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയെന്ന. നമുക്ക് തീർച്ചയായിട്ടും അത് നോമ്പിലൂടെ സാധിക്കും നമ്മൾ മനസ്സിലാക്കി. കാരണം നമ്മൾ എന്തൊരു അനാവശ്യം ചെയ്യുമ്പോൾ ഞാൻ നോമ്പുകാരനാണെന്നുള്ളൊരു ബോധം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവും. മാത്രമല്ല, അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ പോലും, വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കലും ഒക്കെ, അതൊക്കെ നമ്മൾ അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒഴിവാക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഹറാം നമ്മൾ ചെയ്യൂല. അപ്പൊ ആ നിലക്ക് നിങ്ങളുടെ നന്മക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അല്ലാതെ എനിക്കൊന്നും നേടിയെടുക്കാനല്ല എന്നുള്ള അള്ളാഹു കൃത്യമായിട്ട് നമുക്ക് അറിയിച്ചു തരാം. അങ്ങനെ ഞാൻ പ്രത്യേകം പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പുതുതലമുറ, സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന പുതുതലമുറയൊക്കെ അള്ളാഹു അവനെ ഓർക്കാൻ പറയുന്നു, അള്ളാഹു അവനെ മഹത്വപ്പെടുത്താൻ പറയുന്നു. അതൊക്കെ അള്ളാഹ്ക്ക് എന്തോ ഒരു അംഗീകാരം ആഗ്രഹിച്ചുകൊണ്ടാണ്, അള്ളാഹ്ക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ആ നിലക്കുള്ള അള്ളാഹു പൂർണ്ണനല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്, അള്ളാഹ്ക്കൊന്നും കിട്ടാനല്ല. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാം മുതൽ ലോകാവസാനം വരുന്ന
വരുന്ന മനുഷ്യന്മാർ അങ്ങേയറ്റത്തെ നല്ലവരായാലും അള്ളാന്റെ അധികാരത്തിൽ അതൊരു വർധനവ് വരുത്തൂല. ആദം നബി അലൈഹി സ്വലാം മുതൽ ലോകാവസാനം വരെ വരുന്ന മനുഷ്യന്മാർ അങ്ങേയറ്റത്തെ തെമ്മാടികളായി ജീവിച്ചാലും അള്ളാന്റെ അധികാരത്തിന് അതൊരു കുറവും വരുത്തൂല. ഇന്നമാ അഅ്മാലുക്കും വഹുസിഹാലക്കും, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ലിപ്തപ്പെടുത്തി വെക്കുന്നു. എന്നിട്ട് നിങ്ങൾ സ്വർഗം നേടിയാൽ അതിന്റെ ഗുണം നേടാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾക്ക് ഗുണം. അതല്ല നിങ്ങൾ നരകം നേടുന്നുവെങ്കിൽ അതും നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലം. അല്ലാതെ അള്ളാഹ്ക്കൊന്നും നേടിയെടുക്കാനില്ല, അള്ളാഹ്ക്ക് ഒരു അംഗീകാരത്തിന്റെ ആവശ്യമില്ല എന്ന് കൃത്യമായിട്ട് ഖുർആനും ഹദീസൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നായിരുന്നു. നമ്മളോട് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് നമ്മുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടുന്ന് അങ്ങോട്ട് കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് ഇതിന്റെ ഓരോ വാചകങ്ങളും ശ്രദ്ധിച്ച് വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, റമദാൻ അള്ളാഹു നൽകിയ മഹത്വം. എന്നിട്ട് പിന്നെ നിങ്ങൾ രോഗികളായി പോയാൽ, പ്രയാസം അനുഭവിക്കുന്നവരായി പോയാൽ നിങ്ങൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. പകരം നിങ്ങൾ അതുപോലെ നോമ്പ് നോറ്റു വീട്ടണം. എന്നിട്ട് അതില് ഹൈറല്ലക്കും, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും കുറെയൊക്കെ പ്രയാസം സഹിച്ചുകൊണ്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. റമദാനിലെ നോമ്പ് റമദാനിൽ തന്നെ പരമാവധി അനുഷ്ഠിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്നിങ്ങനെ പരമാവധി പ്രോത്സാഹിപ്പിച്ചു. എന്നാലോ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തെ അപകടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പ്രയാസകരമാകുന്ന രൂപത്തിൽ ചെയ്യാനും പാടില്ല. പനിയുണ്ട്, അല്ലെങ്കിൽ ക്ഷീണുണ്ട്, നോമ്പ് നോക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ശരീരത്തെ അപകടപ്പെടുത്തിക്കൊണ്ട് നോമ്പ് വെക്കാൻ പാടില്ല. അത് വളരെ കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞു. വമൻകാന മരീളന്നാഹു അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങൾക്ക് രോഗിയാണെങ്കിൽ, യാത്രക്കാരനാണെങ്കിൽ നിങ്ങൾ അത്രയും ദിവസം മറ്റൊരു ദിവസം നോറ്റാൽ മതി. അപ്പൊ ശരീരത്തെ അപകടപ്പെടുത്തിക്കൊണ്ടൊരു ഇബാദത്തില്ല. ഇതൊക്കെ നമ്മളെ ഗുണത്തിന് വേണ്ടിയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, എന്നിട്ട് അള്ളാഹു ഒരു മാസക്കാലം നമ്മളോട് പട്ടിണി കിടക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പടച്ചതമ്പുരാൻ ഇവിടെ പറയുന്നത് എന്താണ്? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ മനുഷ്യന്റെ പ്രകൃതി അനുസരിച്ച് മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിച്ച് കടിഞ്ഞാണിട്ടുകൊണ്ട് മനുഷ്യന്റെ നന്മയിൽ നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് സൃഷ്ടാവായ റബ്ബിനറിയാം. അതുകൊണ്ട് തന്നെ മനുഷ്യനോടൊരൽപ്പം അവന്റെ ദേഹച്ചകളെ നിയന്ത്രിച്ചുകൊണ്ട്, അവന്റെ വിചാര വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഇന്നെന്ന ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ട് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. എന്നാൽ നിങ്ങളുടെ ശരീരത്തെ അപകടപ്പെടുത്തുന്ന രൂപത്തിൽ ഒന്നും നിങ്ങൾ പ്രവർത്തിക്കാനും പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഹലോകത്തും ഗുണാണ്, പരലോകത്തും ഗുണാണ്. ഇഹലോകത്തുള്ള ഗുണമൊന്നും നോമ്പോണ്ട് പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ല. മാത്രമല്ല, ഇവിടെ റമദാനിനെ കുറിച്ച് കുടുംബ സംഘം പ്രത്യേകം സംഘടിപ്പിക്കുന്നുണ്ട് അടുത്ത ഞായറാഴ്ച. അതില് 2 ക്ലാസ്സുകൾ, ഒന്ന് ഖുർആന്റെ ദിവ്യ വെളിച്ചം അടുത്ത ഞായറാഴ്ച 2:30 മുതൽ 6 മണി വരെ നമ്മുടെ മദ്രസയിൽ വെച്ചിട്ട് 2:30 മുതൽ പ്രത്യേകം ശ്രദ്ധപ്പെടുത്തുകയാണ്. കാരണം റമദാന്റെ എല്ലാ വിധിവിലക്കുകളൊക്കെ അതിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. കാരണം അതിലൊന്ന് അഹ്ലൻ റമദാൻ എന്നാണ്, മറ്റൊന്ന് ഖുർആന്റെ ദിവ്യ വെളിച്ചം. ഇങ്ങനെ 2 വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിൽ റമദാനിന്റെ മഹത്വവും റമദാൻ കൊണ്ട് നമുക്ക് ഭൗതികമായി ലഭിക്കുന്ന നേട്ടങ്ങളും അതിലുപരി ആഖിറത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തിക്കൊണ്ടൊരു ഇബാദത്തില്ല. അത് ഹജ്ജിന്റെ സമയത്ത് നമുക്കറിയാലോ. ഹജ്ജിന്റെ സമയത്ത് മുസ്ദലിഫയില് രാപ്പാർക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങലാണ്. കാരണം 9-ന്റെ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിക്റിലും പ്രാർത്ഥനയിലൊക്കെ ആയി കഴിച്ചുകൂട്ടി മാനസികമായി ക്ഷീണിച്ച് തളർന്നവന് മുസ്ദലിഫയിൽ പോയിട്ട് അവിടെ കിടന്ന് ഉറങ്ങാന്നുള്ള ഇബാദത്ത്. അപ്പൊ നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തിക്കൊണ്ടുള്ള ഇബാദത്ത് നമുക്കില്ല. അത് വളരെ കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിച്ചു തരാണ്. അപ്പൊ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞത്, ഇബാദത്തുകളൊക്കെ അനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞത് നമ്മുടെ മാനസികമായ വിശുദ്ധിക്ക് വേണ്ടിയാണ്, ശാരീരികമായ ശുദ്ധിക്ക് വേണ്ടിയാണ്. ശാരീരികമായി ശുദ്ധീകരിക്കപ്പെടും. കാരണം നമുക്കറിയാം, ഇപ്പൊ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ള ആളുകള് വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഭക്ഷണം നിയന്ത്രിച്ച് നോക്കൂ റമദാനിൽ, തീർച്ചയായിട്ടും ആ രോഗങ്ങളിലൊക്കെ മോചനം നേടിയെടുക്കാൻ സാധിക്കും. നമുക്ക് ഈ ഖുർആന് ഹലാലായത് തിന്നുക, തൊയ്യിബായത് തിന്നുക എന്നൊക്കെ പറഞ്ഞല്ലോ. അതിൽ തൊയ്യിബായത് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഗുണമുള്ളത് എന്നാ. ആ ഗുണമുള്ളത് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പറയും ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ പഞ്ചസാര അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ദോഷാണെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നമ്മളൊരു കൺട്രോൾ വരുത്തിയാൽ കൃത്യമായിട്ടും എല്ലാ രോഗങ്ങളിൽ നമുക്ക് മോചനം നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഇഹലോകത്തും വിജയം നേടാൻ സാധിക്കും. അതിലുപരി മാനസികമായ വിശുദ്ധി നേടിക്കൊണ്ട് നാളെ പരലോകത്തും വിജയം നേടിയെടുക്കാൻ സാധിക്കും. ഈ നിലക്ക് മനുഷ്യന്റെ വിജയമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിന് വളരെ കൃത്യമായിട്ട് മനുഷ്യനെ എങ്ങനെ സംസ്കരിക്കണം എന്നറിയാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇബാദത്തുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാതെ അള്ളാഹുവിന് എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി അല്ല. നമ്മൾ ഓരോരുത്തരും ഓർക്കുക, ആ ദീനിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക. അള്ളാഹു ദീനിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധപ്പെടുത്തുകയാണ്. മറ്റന്നാൾ ഞായറാഴ്ച മദ്രസയിൽ വെച്ച് 2:30 മുതൽ 6 മണി വരെ ഉത്ബോധന പരിപാടി, റമദാനുമായി ബന്ധപ്പെട്ട ഉത്ബോധന
ഉണ്ട്. അതിൽ കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഇന്ന് രണ്ടാം വെള്ളിയാഴ്ചയാണ് നമ്മുടെ പള്ളി ഫണ്ട്, എല്ലാ മാസത്തിലെയും പള്ളി ഫണ്ട് പിരിവുണ്ടാകുന്ന ദിവസമാണ്. അതുമായി നിങ്ങൾ സഹകരിക്കണം. അതുപോലെ തന്നെ രണ്ടാളുകളുണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി, രോഗികളായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ആളുകൾ. അള്ളാഹു അവർക്ക് രണ്ടുപേർക്കും രോഗത്തിന് പൂർണ്ണ ശമനം നൽകുകയും പൂർണ്ണ ആരോഗ്യം തിരിച്ചു നൽകുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ഏവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിക്കണം. റഹ്മാനെ, കാരുണ്യവാനായ റബ്ബേ, ദീനിനെ കുറിച്ച് ശരിയായി പഠിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഒരു സംശയവുമില്ലാതെ നിലക്ക് ദീനിനെ സ്വീകരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. റഹ്മാനെ, അള്ളാഹുവെ, യഥാർത്ഥ മുസ്ലിമായി ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ ആവശ്യമായ അറിവും ജീവിതാനുഭവങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ, ഈ കാലഘട്ടത്തിന്റെ ഫിത്ന എന്നുള്ള നിലക്ക് ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരിക്കലും ഞങ്ങൾ നീ എത്തിക്കരുത്. റഹ്മാനെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ ദൗർഭാഗ്യവും ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് പരാജയത്തിലേക്കും എത്തിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നാഥ, അന്ത്യദിനത്തിന്റെ എല്ലാ ഫിത്നകളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണം. റഹ്മാനെ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം. റഹ്മാനെ, അള്ളാഹുവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങൾ ഏവരെയും നിന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം. റഹ്മാനെ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുർരിയ്യാതിന ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന ഗഫിർ ലനാ വ ലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم.